വലുതാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു പഴയ മോഡൽ വണ്ടിയുടെ CNG വണ്ടിയെ കുറിച്ച് തന്നെയാണ് കേട്ടോ. CNG വണ്ടി ചില ആളുകൾ പിന്നെ നിങ്ങൾക്ക് CNG വണ്ടി ഏതാ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ സാധാരണ ന്യൂ ജനറേഷൻ ആൾക്കാർ പഴയ വണ്ടിയിലേക്ക് പോകുന്ന സമയത്തും അതല്ലെങ്കിൽ പഴയ ആളുകൾ തന്നെ പഴയ വണ്ടി എടുക്കാൻ ആഗ്രഹിച്ചിട്ട് ഇതുവരെ എടുക്കാൻ പറ്റാതെ ഇപ്പോൾ എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. പിന്നെ ഞാനിപ്പോൾ CNG കാണിക്കാൻ പോകുന്നത് കേട്ടോ. അത് CNG നമ്മുടെ അടുത്ത് വന്ന വണ്ടിയാണ്. ഈ ഒരു വിഷയം വണ്ടി നോക്കുക. അപ്പോൾ വർക്കെടുത്ത ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിലവിലെ വണ്ടി നമ്മളുടെ അടുത്ത് വന്നേക്കുന്ന ഗിയർ ചേഞ്ചിങ് പ്രോപ്പർ അല്ല, അതേമാതിരി വണ്ടി സ്റ്റാർട്ടിങ് ഇല്ല, സ്റ്റാർട്ട് ആവില്ല. ഒരുപാട് കിക്ക് ചെയ്താൽ വണ്ടി സ്റ്റാർട്ടായ വണ്ടിക്ക് മിസ്സിംഗ് ആണ്, വലിക്കുന്നില്ല. ഈ ഒരു വിഷയങ്ങളാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് കൊണ്ടുവന്നത്. വണ്ടി പുള്ളിക്കാരൻ ഇപ്പോൾ നിലവിൽ ഇലക്ട്ര മാറ്റിയിട്ട് CNGയിലേക്ക്, അതായത് പിന്നെ നോർമൽ സ്റ്റാൻഡേർഡിലേക്ക് മാറിയതാണ്. ഇലക്ട്രോണിക് സ്റ്റാർട്ടിംഗ് ആണ് ഇലക്ട്ര. ഇത് പോയിന്റ് വെച്ചിട്ടുള്ള ആ ഒരു ഇലക്ട്രിക് സിസ്റ്റം ആണ് ഇത് വരുന്നത്, CV പോയിന്റ് വെച്ചിട്ടുള്ള. അപ്പം ആ ഒരു സിസ്റ്റത്തിലേക്ക് മാറി എന്നുള്ളതാണ് അയാൾ ചെയ്തത്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു വേണ്ടില്ലായിരുന്നു. അതൊന്നുമല്ല, വേണ്ടില്ലായിരുന്നു തോന്നാനുള്ള കാരണം ഒന്ന്, എർത്ത വർക്ക് റെഡി ആയിട്ടില്ല. പറഞ്ഞുതരാം, കാണിച്ചു തരാം. ഇത് സിലിണ്ടർ കിറ്റ് പുതിയ റീപ്ലേസ് ചെയ്താണ് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എല്ലായിടത്തും വർക്ക് എടുക്കുന്നത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, പിന്നെ പെട്ടെന്ന് ശ്രദ്ധ മാറിയപ്പോഴാണ്. ആരെയും കുറ്റപ്പെടുത്തുകയല്ല. അത് നമ്മൾ ഒരു പഴയ വണ്ടി എടുക്കുമ്പോൾ ടെക്നോളജി മാറിയ കാലഘട്ടങ്ങളാണ്. പഴയ വണ്ടിയും പുതിയ വണ്ടിയും രണ്ട് രീതിയിൽ ട്രീറ്റ് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം പഴയ വണ്ടി എക്സ്പീരിയൻസ് ബേസ് തന്നെ വർക്കെടുത്ത് ഫലിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് സിലിണ്ടർ കിറ്റ് മാറിയിട്ടുണ്ട്. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. വണ്ടി സ്റ്റാർട്ടിങ് ഇല്ലായിരുന്നു. ഒരുപാട് ഞാൻ ഇവിടുന്ന് വണ്ടി ഒത്തിരി ദൂരം ഓടിക്കുന്ന വണ്ടി ഒരുപാട് കിക്ക് ചെയ്ത് കാലുവേദന നിർത്തിയതാണ്. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്റ്റാർട്ടിങ് ഒന്നും ടൈമിംഗ് റെഡിയല്ല, ടൈമിംഗ് വെച്ചത് റെഡിയല്ല, പ്രോപ്പർ ടൈമിംഗ് അല്ല വെച്ചേക്കുന്നത്. പിന്നെ CV പോയിന്റ് പ്ലാറ്റിനം പോയിന്റിന്റെ ഗ്യാപ്പ് കറക്റ്റ് ആ മെഷർമെന്റിലല്ല വെച്ചത്. പിന്നെ കാർബറേറ്റർ ട്യൂണിങ്, ഈ 3 കാര്യങ്ങൾ റെഡി അല്ലാത്തതുകൊണ്ട് വലിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി അടിപൊളിയായിട്ട് വലിച്ച് പോകുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഉള്ള വിഷയം ഒന്ന്, ഈ എഞ്ചിൻ വർക്കെടുത്ത വണ്ടി ബ്രേത്ത് ഓയിൽ വരുന്നുണ്ട് എന്നുള്ള ഒരു വിഷയമാണ്. അതേമാതിരി നോക്കുക, സ്മോക്ക് വരുന്നുണ്ട് വണ്ടിയിൽ. നോക്കട്ടെ, സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. സ്റ്റാർട്ടാണ്. അല്ലേ, ലൈറ്റായിട്ട് സ്മോക്ക് വരുന്നുണ്ട്. വല്ലാതെ ലൈറ്റായിട്ട് സ്മോക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റിയെന്നുള്ള ഇഷ്ടമൊക്കെയല്ലേ പറയാൻ വേണ്ടി. കസ്റ്റമറോട് ഉയർന്നു പറഞ്ഞിട്ടില്ല. ഇപ്പം കസ്റ്റമറുടെ വീഡിയോ കാണുന്ന ആളായിരിക്കും. അപ്പം പറയേണ്ട കാര്യം നിങ്ങൾ തിരിച്ചു വിളിച്ചോളും. അപ്പോൾ ഇതാണ് വർക്കിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, നമ്മളൊരു പുതിയൊരു സിലിണ്ടർ കിറ്റ് കിട്ടാൻ വൈകിയിട്ട്, കാരണം പുതിയ സിലിണ്ടർ കിറ്റ് കിട്ടാൻ വൈകിയിട്ട് കാരണം കുറച്ച് ടൈറ്റാണ് 3 റിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. വല്ലപ്പോഴും ഓർഡർ വൈസ് കിട്ടിയാൽ ബൾക്ക് സ്റ്റോക്കിൻ്റെ അടുത്ത് മാത്രമേ സാധനം കിട്ടുന്നുള്ളൂ. അപ്പോൾ അവരുടെ അടുത്ത് കിട്ടിയാൽ ചിലപ്പോൾ തീർന്ന് കഴിയുമ്പോൾ നമുക്ക് ഓർഡർ ചെയ്താൽ കിട്ടില്ല. നമ്മൾ എല്ലാം സ്റ്റോക്ക് ചെയ്യുന്ന ആളല്ല. അപ്പോൾ നമ്മൾ ഓരോ 1-2 പീസ് മാത്രം സ്റ്റോക്ക് ചെയ്ത് ചെയ്യുന്ന ആളാണ്. ബൾക്ക് സ്റ്റോക്സിൻ്റെ സാധനങ്ങൾ ഉണ്ടാവും, പക്ഷെ കിട്ടാൻ പാടാണ്. അപ്പോൾ അതങ്ങനെ തന്നെ ഓർഡർ ചെയ്ത് കുറച്ച് നമുക്ക് 3-4 മാസം വെയിറ്റ് ചെയ്തിട്ടാണ് തോന്നുന്നു ഇവർക്ക് ഈ സിലിണ്ടർ കിറ്റ് കിട്ടിയത്. അത് കിട്ടി ഇൻസ്റ്റാൾ ചെയ്ത സാധനം എങ്ങനെയാണ്, റിങ്സ് മറിച്ചിട്ടാണ്, റിങ്സ് ഇടുന്ന സമയത്ത് ഫാൾട്ട് പറ്റിയതാണൊന്നും അറിയില്ല. അതെല്ലാം അയച്ചു നോക്കണം. അപ്പോൾ എന്തായാലും ഇങ്ങനെ കിട്ടുന്ന റയറായിട്ട്, ഇനിയിപ്പോൾ ബോർ ചെയ്ത് എൻ്റെ അത് പോയല്ലോ, ബോർ ചെയ്ത വണ്ടിൻ്റെ അത് പോയി. അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ബോറിങ് എന്താ സംഭവിക്കാന്നുള്ളത്. അപ്പോൾ നമ്മളെടുത്ത് വരുന്ന വണ്ടികൾ നമുക്ക് എടുത്ത് പരിചയം ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ എടുക്കാതിരിക്കുക. കാരണം നമ്മൾ ഒരുപാട് ആളുകൾ ആശിച്ച് വളരെയധികം ആഗ്രഹിച്ചിട്ടാണ് പഴയ വണ്ടികളൊക്കെ എടുക്കുന്നത്. പഴയ വണ്ടികൾ എടുക്കുമ്പം പിന്നെ വളരെയധികം ആഗ്രഹിച്ചിട്ടേക്കും. നമ്മൾ ആ ഒരു കാലഘട്ടങ്ങളിൽ എന്നോട് വിളിക്കുന്ന ഒരുപാട് ആളുകൾ പിന്നെ നമുക്ക് ആ ഒരു സമയത്ത് ബുള്ളറ്റ് വാങ്ങാൻ പറ്റിയിട്ടില്ല. അവിടെ ഇപ്പം എന്തൊരു ബുള്ളറ്റ് വാങ്ങിക്കണം, പഴയ വണ്ടി ആഗ്രഹിച്ച് ബുള്ളറ്റ് എന്ന ഒരു രാജാവിൻ്റെ ആ ഒരു ഐഡി കണ്ടിട്ടും വല്ല എക്സോസ്റ്റ് നോട്ട് കേട്ടിട്ടും വളർന്നിട്ടുള്ള ഒരു തലമുറ ഒരു പൈസ ആകുമ്പോൾ ഒരു പഴയ വണ്ടി എടുക്കുമ്പം, അതല്ലെങ്കിൽ ന്യൂ ജനറേഷൻ പഴയ വണ്ടിൻ്റെ ആ ഒരു പേരും അതല്ലെങ്കിൽ പഴയ വണ്ടിൻ്റെ ആ ഒരു പിന്നെ ബെനിഫിറ്റും ഒക്കെ മനസ്സിലാകും. അതിൻ്റെ ആ ഒരു ഫീല് കേട്ടറിഞ്ഞിട്ട് വണ്ടി എടുക്കാൻ വരുന്ന ആളുകളുണ്ട്. അപ്പം നിങ്ങളോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ വണ്ടി എടുക്കുമ്പം പ്രോപ്പറായിട്ടൊരു മെക്കാനിക്കൽ കണ്ടെത്തുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതല്ല എൻ്റെ അടുത്ത് ഇപ്പം വരുന്ന എനിക്ക് തോന്നുന്നു 99% പേരും ഒരുപാട് പൈസ മുടക്കിയതിന് ശേഷമാണ് എൻ്റെ അടുത്തേക്ക് വണ്ടി കൊണ്ടുവരുന്നത്. അതായത് ഞാൻ നല്ല അറിഞ്ഞ ഒരാളാണെന്ന് ഞാൻ അവകാശപ്പെടുന്നൊന്നുമില്ല കേട്ടോ, ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് അറിയുന്ന വർക്കുകൾ ഞാൻ എടുക്കാറുള്ളൂ. പഠിച്ച് എക്സ്പീരിയൻസ് ഉള്ള വർക്കുകൾ മാത്രം എടുക്കുക. അത് അറിയാത്ത ആ ഒരു ഭാഗം ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്. അപ്പോൾ അറിഞ്ഞ എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പം CNGൻ്റെ മുകളിലാണ് വർക്ക് പഠിച്ചിട്ടുള്ളത്, CNGൻ്റെ മുകളിൽ ഏറ്റവും കൂടുതൽ വർക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ അതങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് ഇപ്പോൾ ഏറ്റവും ന്യൂജൻ വണ്ടികൾ വരെ എത്തി നിൽക്കുകയാണ്. അപ്പം
നല്ലൊരു മെക്കാനിക്കിനെ കണ്ടെത്തി പ്രോപ്പറായിട്ട് വർക്ക് എടുത്തില്ല നിങ്ങളെ കയ്യിൽ നിന്ന് പൈസ പോകുന്ന വഴി കാണില്ല എന്ന് മാത്രമല്ല ഈ വണ്ടി ഓടിച്ച് ലോങ് റൈഡിന് പോകാൻ പറ്റില്ല. മാത്രമല്ല വണ്ടി അങ്ങ് മടുത്തു പോകും. അതാണ് കൊണ്ടാണ് അവസ്ഥ. ഉള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ഓടിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് പക്ക ക്ലിയർ ആണ്. ഇപ്പൊ വണ്ടിയിലൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ വണ്ടി നമുക്ക് ത്രോട്ടിൽ കൊടുക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ വണ്ടിക്ക് പവർ ഉണ്ടോ പിക്കപ്പ് ഉണ്ടോ എന്നുള്ളത്. നമ്മൾ ത്രോട്ടിൽ ഐഡ്ലിങ് ത്രോട്ടിൽ നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് റേസിംഗ് കൂടുന്നതോട് കൂടെ തന്നെ വണ്ടിക്ക് ഒരു പവർ നമ്മൾ കയ്യിൽ ഫീൽ ചെയ്യും. അങ്ങനെ ഉണ്ടെങ്കിൽ മനസ്സിലാവും വണ്ടിക്ക് പിക്കപ്പും വലിയൊന്നുണ്ടാവും. ഇത് കണ്ടില്ലേ, ഈ കൊടുക്കുമ്പോൾ തന്നെ ഒരു പവർഫുൾ ആയിട്ടൊരു പിന്നെ റേസിംഗ് ആണ് വണ്ടിയുടെ ഭാഗത്തുണ്ട്. അതായത് ലാഗ് അടിച്ചിട്ട് വെറുതെ റേസ് ആവുന്നുണ്ട്, പക്ഷെ ഒരു പവർ ഒന്ന് ഫീൽ ചെയ്യുന്നുള്ളതെന്നുള്ള ശരിക്കും നമുക്ക് മനസ്സിലാവും കേട്ടോ. നമ്മൾ ഓടിച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല വണ്ടിക്ക് പിക്കപ്പ് ഉണ്ടോ എന്നുള്ളത്. ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ട് നമ്മൾ കേട്ടിക്കൊണ്ടിരിക്കുന്ന കയറ്റം ടോപ്പിൽ കയറ്റാനാണ് പോകുന്നത്. സ്ഥിരമായിട്ട് ഞാൻ നമ്മളെ ഒത്തിരി എക്സ്പീരിയൻസ് ആണല്ലോ വണ്ടി വലിക്കുന്നുണ്ടോന്ന് അറിയാൻ. ഇതിപ്പോ അത് നമ്മൾ ഫുൾ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓടില്ലായിരുന്നു. ക്ലച്ച് ഡിസ്ക് പോയിട്ടുണ്ട്. മാത്രമല്ല ഹാൻഡിൽ ബാറൊക്കെ സെക്കൻഡ് ഹാൻഡ് ഹാൻഡിൽ ബാറൊക്കെ ബെൻഡാണ്. പുള്ളിക്കാരൊക്കെ ഭാഗത്തൊരു മനസ്സിലായിട്ടില്ല. നല്ല രീതിയിൽ ബെൻഡാണ് ഹാൻഡിൽ ബാർ. സെക്കൻഡ് ഹാൻഡ് ഹാൻഡിൽ ബാർ വെച്ച് 600 രൂപ വാങ്ങിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഏതായാലും വേണമെന്നും അത് ഓരോരുത്തരുടെ സൗകര്യം, പറ്റിക്കാതിരിക്കാം. അതൊക്കെ ഓരോരുത്തർ പഠിച്ച കാര്യങ്ങൾ മാത്രമേ പ്രാക്ടിക്കൽ ആക്കുള്ളൂ. എങ്ങനെയെങ്കിലൊക്കെ പൈസ ഉണ്ടാക്കാനാണ് പിന്നെ ചിലവൊക്കെ ആഗ്രഹിക്കുന്നവരൊന്നും ഒന്നും പറയാനില്ല. അപ്പൊ ഓരോരുത്തർ സൗകര്യം. അപ്പോ ഇപ്പോഴും ഞാൻ പറയുന്ന പഴയ വണ്ടികളിലേക്ക് പോകുന്ന യാതൊരു എക്സ്പീരിയൻസ് വണ്ടിക്ക് ഓടിച്ചിട്ട് പരിചയമല്ല. അതായത് പിന്നെ പഴയ വണ്ടി ഓടിച്ചിട്ട് പരിചയമല്ല. അതിന്റെ സ്റ്റാർട്ടിങ് ഓക്കെ അല്ല. പഴയ വണ്ടി കറക്റ്റായിട്ട് പണിയെടുത്ത് പരിചയമില്ലാത്ത ആളുകളാണ് നമ്മുടെ ഏരിയയിലൊക്കെ ഉള്ളതെങ്കിൽ കാര്യം മാക്സിമം എടുക്കാൻ പറ്റിയ പഴയ വണ്ടി ഇലക്ട്രയാണ് കേട്ടോ. ഇലക്ട്രാകുമ്പോൾ വല്ലാത്ത സ്റ്റാർട്ടിങ്ങിന്റെ ഇഷ്യൂസ് ഒന്നും കാണാറില്ല. കാരണം ഈ ഇലക്ട്രോണിക്സ് ആയതുകൊണ്ട്, സാധാ ബൈക്കിന്റെ ഇലക്ട്രോണിക്സ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഒരുവിധം മെക്കാനിക്സിനൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഒരു CDE വെച്ചുള്ള സിസ്റ്റം ആയതുകൊണ്ട് ഒരുവിധം മെക്കാനിക്സിനൊക്കെ നമുക്ക് ആ രീതിയിലേക്ക് സ്റ്റാർട്ടിങ് ആക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ ഇതാവുമ്പോൾ ശരിക്കും ആ ഒരു ഇതിന്റെ യൂട്യൂബ് നോക്കിയിട്ട് കറക്റ്റ് CD പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്, സ്പാർക്കിളൊക്കെ ക്യാപ്പ് കാണിക്കുന്നുണ്ട്, അതിന്റെ ടൈമിംഗ് അഡ്ജസ്റ്റ് കാണിക്കുന്നുണ്ട്. ഫാൻ കറക്റ്റ് ആയിട്ട് ട്യൂണിങ് ചെയ്തിട്ട് നിങ്ങൾക്ക് കളിപ്പിക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. കയ്യിലാന്ന് തന്നെ പറയാം. ഓരോ വണ്ടികൾക്കും ഓരോ രീതിയിലേക്ക് ചെറിയ മാറ്റങ്ങൾ നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും പ്രോപ്പറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ. കാരണം ഇതൊക്കെ ഓടി തയമ്പിച്ച് തേയ്മാനങ്ങളൊക്കെ വന്ന വണ്ടികളാണ് കൂടുതലുണ്ടാവുക. അതാണ് ഇതിന്റെയൊക്കെ വസ്തുത. പിന്നെ ഞാൻ നിങ്ങളോട് വീണ്ടും പറഞ്ഞു, പഴയ വണ്ടി എടുക്കണം, പുതിയ വണ്ടി ബുള്ളറ്റ് എടുക്കണം, പഴയ വണ്ടി എടുക്കണം എന്നുള്ള ആളുകൾ പിന്നെ നിയറസ്റ്റ് ആയിട്ട് മെക്കാനിക് ഒന്നും ഇല്ലെങ്കിൽ UCE സ്റ്റാൻഡേർഡ് തന്നെ എടുക്കാൻ നോക്കുക. കാരണം പഴയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെക്കാനിക്കിൽ നിന്നൊക്കെ ഒരുപാട് ചിലപ്പോൾ ദൂരങ്ങൾ സഞ്ചരിക്കേണ്ടി വരും. അതന്നെ പറയാലോ, എഞ്ചിനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സംഖ്യ, ഒരു കാറിന് എഞ്ചിനൊക്കെ വേണിന്റെ മാതിരിയാണ് ഇപ്പൊ ബുള്ളറ്റിന്റെ എഞ്ചിന് പണി ആൾക്കാർ കാണുന്നത്. അപ്പൊ ഞാനിപ്പോ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നമുക്കിപ്പോ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് സ്വന്തമായിട്ട് ലെയ്ത്ത് വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ലെയ്ത്ത് വർക്കാരാണ് ഇതിനുള്ള പൈസ ഉണ്ടാക്കുന്നത്. അവരെടുത്ത ക്യാഷ് മുഴുവൻ കിടക്കണം, അവരാണ് ഉണ്ടാക്കുന്നത്. അത് ഒരു ചെറിയ വർക്കൊക്കെ എടുത്തിട്ട് പിന്നെ ചില വണ്ടികൾ ചില വർക്കാർ റെഡി ആവും, ചില വർക്കാർ റെഡി ആവില്ല. പിന്നെ പഴയമാതിരി ക്ഷമയും ആ ഒരു ടൈം എടുത്ത് വർക്ക് എടുക്കാനുള്ള ഒരു മനസ്സുള്ള ആളുകളൊക്കെ ഇപ്പൊ വളരെ കുറവാണ്. ഫാസ്റ്റ് വർക്കാണ് ചെയ്യുന്നത്. അപ്പം കമ്പാരിറ്റീവ്ലി മെയിൻ്റെനൻസ് കുറവാണെന്ന് വെച്ചാൽ പക്ക ഒരു വണ്ടിയാണ് നിങ്ങളെ വണ്ടി കയ്യിലില്ലെങ്കിൽ നല്ല രീതിയിൽ വർക്ക് എടുത്ത് പഠിപ്പിച്ച വണ്ടിയാണ്. താരതമ്യേന മെയിൻ്റെനൻസ് കുറഞ്ഞൊരു വണ്ടിയാണ് പഴയ വണ്ടിയുടെ. മെയിൻ്റെനൻസ് ഫ്രീ എന്നുള്ളത് മെയിൻ്റെനൻസ് UCE എഞ്ചിനേക്കാളൊക്കെ വളരെ കുറവാണ്. പിന്നെ ഇതിന്റെയൊക്കെ ചെയിൻ സ്പോക്കറ്റ് അടിക്കടി മാറ്റേണ്ടി വരില്ല എന്നുള്ള ഒരു അറ്റൻഡാണ് കാരണം. ഇത് എടുത്തിട്ട് ഒരിക്കലും നമ്മൾ 100% പിടിക്കാൻ ശ്രമിക്കൂലല്ലോ. പഴയ വണ്ടികൾ എപ്പോഴും കിക്ക് റോഡിലെടുത്ത് ഓടിക്കാനും ആരും ശ്രമിക്കൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ചെയിൻ സ്പോക്കറ്റിനൊക്കെ നല്ല ലൈഫാണ്. പിന്നെ ബ്രേക്ക് ഷൂവിന് അങ്ങനത്തെ പ്രശ്നം, ബ്രേക്ക് ഷൂവിനും അത്ര പറ്റുന്ന തീരുമാനങ്ങൾ ഉണ്ടാവാറില്ല. ബ്രേക്ക് ലോക്ക് ആവല് കുറവാണ്. അപ്പൊ ഇതൊക്കെ തന്നെ ഈ ലെജൻഡ് റൈഡേഴ്സിന്റെ വണ്ടിയാണ്. അവരെ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നത് ബ്രേക്ക് ഷൂവിന് തീരുമാനമല്ല. അതേമാതിരി ചെയിൻ സ്പോക്കറ്റിന് പിന്നെ ടീറ്റ് പൊട്ടി പോകുന്ന പ്രശ്നങ്ങളോ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അതെന്താന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിയിൽ ഉണ്ടാകുന്ന ലെജൻഡ് റൈഡേഴ്സ് ആ രീതിയിൽ തന്നെ നമ്മൾ UCE എഞ്ചിനും ട്രീറ്റ് ചെയ്യും എന്ന ഒരു ഇതിലായിരിക്കും റോയൽ എൻഫീൽഡ് ഫസ്റ്റ് UCE എഞ്ചിൻ ഇറക്കിയത്. ആ സെയിം ചെയിൻ സ്പോക്കറ്റ് സിസ്റ്റം തന്നെ കൊണ്ടുപോകുന്നത്. അതേമാതിരി കൊണ്ട് നടക്കുന്ന ഒരു ന്യൂജന്റെ കയ്യിലും കിട്ടിയത് പഠിപ്പിക്കാൻ തുടങ്ങില്ല. ആ പഠിപ്പിക്കലിലാണ് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുള്ളതും ആ ഒരു
ഇത്രയധികം മെയിൻ്റെനൻസിന് വണ്ടിക്ക് പറയാനുള്ള കാരണം ഈ ഒരു വണ്ടി എടുത്തിട്ട് നിങ്ങൾ പതുക്കെ കൊണ്ടെടുക്കും, എത്രയോ വർഷങ്ങളായി കൊണ്ടെടുക്കുന്ന ആളുകൾ ചോദിക്കും, അത് വീട് കാണുന്ന ആളുകൾ തന്നെ ഉണ്ടാവും. അത്രയും ഭാരിച്ച മെയിൻ്റെനൻസ് വരുന്നില്ല. പിന്നെ ഒരു വർക്ക് വരുന്ന സമയത്ത് നല്ലൊരു മെക്കാനിക്സ് എല്ലാം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ലൊരു സംഖ്യ നമ്മൾ കയ്യിൽ നിന്ന് പോകാനും സാധ്യതയുണ്ട്. രണ്ട് രീതിയിലും സാധ്യതയുണ്ട്. നല്ല രീതിയിൽ നല്ല മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുവരുന്ന വണ്ടിയാണെങ്കിൽ ഒരു രീതിയിലും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ലാത്തൊരു വണ്ടിയാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നു, നിങ്ങൾ നല്ലൊരു മെക്കാനിക്സിനെ വർഷങ്ങൾ പണിയെടുത്ത് പരിചയമുള്ള മെക്കാനിക്സിനെ പിന്നെ ഫുള്ള് വെള്ളടിച്ച് മയക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. പകലും രാത്രിയോ വർക്കിംഗ് ടൈമിൽ വെള്ളടിച്ച് പണിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരെ കയ്യിൽ നിന്ന് ഒഴിവാക്കട്ടെ. വർക്ക് വെള്ളടിക്കാതെ പിന്നെ ഡ്രിങ്ക്സ് കഴിക്കാൻ എടുത്ത സൗകര്യങ്ങളാണ്. പക്ഷെ അതൊന്നല്ല, ഡ്രിങ്ക്സ് കഴിച്ച് വർക്ക് എടുക്കുന്ന ആളുകൾ എടുത്ത് വീട്ടിൽ വർക്ക് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചില സമയങ്ങളിൽ എന്ത് തന്നെ ആയാലും പാളിച്ച പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പൈസ പോകാൻ നമ്മൾക്കുമായിരിക്കും. അതിനായി ശ്രദ്ധിക്കുക. ആരും വെള്ളടിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ ആരും അധിക്ഷേപിച്ചൊന്നല്ല, അങ്ങനെ ഒരു വസ്തുതയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അത് എന്നെ പഠിപ്പിച്ച പോയ ആശാനും അനി തന്നെയായിരുന്നു. അതിന്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതാണ് ഒരു ഉള്ളികാരം വർക്ക് പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ നല്ല തന്നെയായിരുന്നു ഫുൾ ടൈം. അവസാനം പകൽ സമയം വരെ തന്നെയായ സാഹചര്യത്തിലാണ് പിന്നെ എനിക്ക് ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുള്ളത്. അത് വേറെ കഥയാണ്. ഉള്ളികാരം ഇപ്പം ജീവനോടെല്ലാം മരിച്ചുപോയി. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമ്മളൊരു വണ്ടി എടുത്തിട്ട് നമ്മളൊരു ആഗ്രഹിച്ച് ഒരു വണ്ടി എടുത്തിട്ട് നല്ല മെക്കാനിക്സിനെ നിങ്ങൾ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട. പഴയ വണ്ടി ഏറ്റവും ഓടിക്കാൻ സുഖമുള്ളതും മെയിൻ്റെനൻസ് വളരെ കുറഞ്ഞ വൺ ടൈം നമ്മൾ മുടക്കി കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങളോളം ഓടുന്നൊരു വണ്ടിയാണ്. അതിന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എടുക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം. വർക്ക് എടുക്കുന്ന ആളുകൾക്കും അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എന്നാൽ ഒരു ടെൻഷനും തരാത്തൊരു വണ്ടിയാണ്. ഞാൻ ഇങ്ങനൊരു കാര്യം പറയാൻ കാരണം എന്റെ അടുത്ത് ഇപ്പം വരുന്ന 99% വണ്ടികളും ബാക്കിയുള്ള വർഷവും വർക്ക് എടുത്തിട്ട് നാശാക്കിയിട്ടുള്ള വണ്ടികളാണ് കേട്ടോ. അപ്പം പിന്നെ വേറൊരു പ്രവണത കണ്ടുവരുന്നത് നല്ല ശ്രദ്ധിക്കുക. ഞാൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ വിളിച്ചു പറയുന്നൊന്നും പറയരുത്. ഈ സ്പെയർ പാർട്സുകളുള്ള വർഷോപ്പിൽ കഴിയുന്നത് കയറ്റാതിരിക്കുക കേട്ടോ. സ്പെയർ പാർട്സ് നല്ല രീതിയിൽ സ്പെയർ പാർട്സ് സെയിലാക്കുന്ന ആളുകൾ കേട്ടാതിരിക്കാനല്ല, എല്ലാവരും അങ്ങനെയല്ല. ഭൂരിപക്ഷം ആളുകൾ റീപ്ലേസ് മാത്രം പറഞ്ഞിട്ട് ബില്ലാക്കുന്ന സ്വഭാവമുണ്ട്. അപ്പോ എന്തായാലും ശ്രദ്ധിക്കുക. ബുള്ളറ്റ് എനിക്ക് അതായത് ഞാൻ പറയുന്നതല്ല, എന്റെ അടുത്ത് തന്നെ കസ്റ്റമേഴ്സ് പറഞ്ഞൊരു സകലം അത് മാറ്റി ഇത് മാറ്റി മറിച്ചോ അതൊക്കെ എല്ലാ സാധനവും റീപ്ലേസ് ചെയ്താൽ പക്ഷെ ആ വണ്ടിയുടെ കംപ്ലൈന്റ് എപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പൊ അതിന് നിസ്സാര കേസുകൾ ഉണ്ടായിരുന്നല്ലോ, അഡ്ജസ്റ്റ് ചെയ്യുന്ന കേസുകൾ മാത്രമേ ഉണ്ടാവും. അതിനാ 10, 15, 20,000 ബില്ലാക്കിയിട്ടാണ് വണ്ടിന്റെ അടുത്ത് വേറെ വണ്ടികൾ വന്ന അടിസ്ഥാനത്തിൽ വരുന്നത്. സ്പെയർ പാർട്സ് സെയിലാക്കുക, റീപ്ലേസ് ചെയ്യാന്നുള്ളത്. കാരണം ഒന്നാമത് വേറെ ശ്രദ്ധിക്കാനുള്ള കാര്യം, പഴയ വണ്ടികൾക്ക് അത്ര ക്വാളിറ്റിയിലെ പാർട്സ് ഒന്നും ഇപ്പൊ കിട്ടുന്നില്ല. ഒരു ഈവൻ ഇഗ്നിഷൻ കോയിൽ പോലും ക്വാളിറ്റിയിൽ കിട്ടുന്നില്ല. അപ്പൊ അത് മാറ്റുന്നതിന് മുമ്പ് എടുത്ത് ഒരു വലിച്ചെറിഞ്ഞ കൊട്ടലിടുമ്പോൾ അത് എനിക്കൊന്ന് ട്രീറ്റ് ചെയ്യുക. അത് പറ്റാതായതാണോ മറ്റൊരു രീതിയിലും നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റില്ല എങ്കിൽ മാത്രം നിങ്ങളത് റീപ്ലേസ് ചെയ്യാം. കാരണം കുറച്ച് ക്ഷമയോടെ വർക്ക് എടുക്കാൻ ശ്രമിക്കുക. അത് ക്ഷമ വർക്ക് കുറച്ച് കൂലി കുഴപ്പമില്ലല്ലോ. ആൾക്ക് സാറ്റിസ്ഫൈഡ് ആവുള്ള ആവശ്യമില്ലാത്തൊരു സംഗതി നമ്മൾ എടുക്കുന്നതിന് നമുക്ക് ആരും ലേബർ ചാർജ് വാങ്ങണം. നമ്മൾ വണ്ടിന്റെ മുകളിൽ മെനക്കെട്ടല്ലോ അല്ലെ, ഇന്ന സമയം കൊണ്ട് തീർത്തു കൊടുക്കാന്നില്ല. എത്ര സമയം എടുത്തു കഴിഞ്ഞാൽ വണ്ടി പ്രോപ്പറായി തീർത്തു കൊടുത്താൽ ആ സാറ്റിസ്ഫൈഡ് ആവും. അവർ പൈസ വയ്ക്കാൻ അവർക്ക് യാതൊരു വിഷമം ഉണ്ടാവണം എന്റെ അഭിപ്രായം. കാരണം അവൾ ഉദ്ദേശിക്കുന്ന വർക്കിലേക്ക് ആയി കഴിഞ്ഞാൽ. അപ്പം മെയിനായിട്ട് ഈ ഒരു പഴയ വണ്ടിന്റെ മുകളിൽ പാർട്സുകൾ പാർട്സുകൾ പഴയത് ഒറിജിനൽ ആയിരിക്കാം. ഈ പാർട്സ് പോലും ക്വാളിറ്റി ഇല്ല പാർട്സുകൾ ഇപ്പൊ കിട്ടുന്നില്ല എന്നാണ് എന്റെ അനുഭവം. ഇവിടെ പറയാലോ. പിന്നെ മാത്രം ഇപ്പൊ ഒരു വണ്ടി ആ ഒരു മാനുഫാക്ചർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ റിസ്ക് അവർക്കില്ല. ആ ഒരു പ്രൊഡക്റ്റ് വണ്ടിയിൽ വെച്ചിട്ട് ഓടിക്കേണ്ട റിസ്ക്കും കമ്പനിക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ പാർട്സ് വാങ്ങിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ മിക്കവാറും ഭൂരിപക്ഷം മെക്കാനിക്സിന് മേലിൽ പോകുന്നതുകൊണ്ട് തന്നെ അപ്പൊ അങ്ങനെയാണ് ഒരു അവസ്ഥ. ഇഗ്നിഷൻ കോയിൽ ഞാൻ കഴിഞ്ഞ ഒരു വണ്ടിയിലെ ഇഗ്നിഷൻ കോയിൽ വെച്ച് 2 മാസം കൂടെ ഓടിയിട്ടില്ല, വീക്കായിട്ട്. അപ്പൊ രണ്ടാമത് ഇഗ്നിഷൻ കോയിൽ വെച്ച് കംപ്ലീറ്റ് ലീക്ക് പോവാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത്. അതിന് പഴയ പാർട്സുകൾ മാറ്റുന്നത് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് ഒരു രീതിയിലും പറ്റില്ല എങ്കിൽ മാത്രം മാറ്റുക. പിന്നെ സ്പാക്കോന്റെ കാർബറേറ്റർ റോയൽ എൻഫീൽഡ് ഇപ്പൊ വെക്കുന്നത്. അപ്പം 820 പെട്രോളിന് അത്ര തന്നെ നല്ലതല്ല. എന്നാൽ ഫ്ലോട്ടിനൊക്കെ റബ്ബറാണ് വരുന്നത്. പഴയ മോളില് കാർബറേറ്റർ ഒക്കെ വരുന്നത്, നിക്കാർബൊക്കെ വരുന്ന അത്യാവശ്യം മെറ്റലിന്റെ ഫ്ലോട്ട് നീഡിലാണ് വരുന്നത്. അതുകൊണ്ട് 820 പെട്രോൾ ആയിട്ട് അതങ്ങ് ഓടിച്ച് വണ്ണം വെച്ചാൽ ഓടി പോയിക്കോളും തന്നെ ബില്ല് മാനുഫാക്ചറിംഗ് ഇത് തന്നെ പഴയ കാലത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുതിയ കാർബറേറ്ററിലേക്ക് മാറുന്നതിന് മുന്നേ പരമാവധി മറ്റേ കാർബറേറ്റർ റെഡിയാക്കി എടുക്കാൻ കഴിയുമെന്ന് ശ്രമിക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ കാർബറേറ്റർ മാറ്റണം, എല്ലാതും മാറ്റണം. നല്ലൊരു വണ്ടി വന്നിരുന്നു, സകല സാധനം മാറ്റാനാണ് വേറെ മെക്കാനിക് പറഞ്ഞത്. നമുക്ക് ജസ്റ്റ് ക്ലീൻ ചെയ്യാൻ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെടുത്ത് എത്തി
അപ്പൊ ആ ഒരു റീപ്ലേസ് എന്നതിൽ ആ ഒരു സ്പെയർ പാർട്സ് ലാഭം കൂടി ഉണ്ടാക്കുക എന്നതല്ല നമ്മൾ നോക്കണം. നമ്മൾ കസ്റ്റമറോട് പൂർണ്ണമായും നീതി പുലർത്താൻ ശ്രമിക്കുക. നമ്മൾ വെറുതെ ഒരു സാധനങ്ങൾ മാറ്റിയെടുത്തിട്ട് നമുക്ക് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ആ സാധനത്തിന് കിട്ടുന്ന ലാഭമല്ല ഈ ഒരു കസ്റ്റമർ പിന്നെ നമ്മൾ എത്ര ആവും വഴി കുടുങ്ങി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ആ ഒരു പരമാവധി ഒഴിവാക്കാൻ ഏറ്റവും നല്ല ലേബർ ചാർജ് 100 രൂപ കൂടി കഴിഞ്ഞാലും കസ്റ്റമറോട് ആവശ്യമില്ലാതെ ഇപ്പോഴത്തെ പാർട്സുകൾ മാറ്റി എത്തിക്കരുത്. കാരണം ക്വാളിറ്റി ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. എന്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഒരു സാധനം ക്വാളിറ്റി ഇല്ല. അപ്പൊ ഒഴിവാണെങ്കിൽ ഒഴിവാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം പ്രശ്നങ്ങൾ കണ്ടു വരുന്നത്. അതുകൊണ്ട് കഴിയുന്നതും ഞാൻ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മള് എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് റീപ്ലേസ് ചെയ്യാതെ തന്നെ നമ്മൾ മാക്സിമം അതന്നെ റെഡിയാക്കിയിട്ട് ഒറ്റ കയ്യിലും തോന്നിയ കാര്യങ്ങൾ മാത്രം മാറ്റാം എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ബുള്ളറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പരമാവധി ഉപയോഗിച്ച് പരിചയമുള്ള ആളുകൾ മാത്രം, അത്യാവശ്യം ഒന്നും ഉപയോഗിച്ച് പരിചയമുള്ള കുറച്ച് ക്ഷമയുള്ള ആളുകൾ വർക്ക് എടുപ്പിക്കാനും അതേമാതിരി തന്നെ പിന്നെ മെക്കാനിക്സിനെ ഒന്ന് കണ്ടെത്തിയ വർക്ക് എടുക്കാനും അതിന് ക്ഷമയുള്ള ആളുകൾ മാത്രം പഴയ വണ്ടിയിലേക്ക് പോവുക. അതല്ലെങ്കിൽ ഏറ്റവും നല്ല യൂസ് ചെയ്യുക വണ്ടി തന്നെയാണ്. യൂസ് ചെയ്യുക സ്റ്റാൻഡേർഡ് തന്നെയാണ്. എവിടെയും പണിയെടുക്കുക, എവിടെയും ചെയ്യുക. കുറച്ചൊരു മെയിൻ്റനൻസ് ഇതിനേക്കാളും കൂടുതൽ യൂസ് ചെയ്യുകയാണെങ്കിലും കൂടി കുറച്ചൊരു ഫാസ്റ്റായിട്ട് യൂസ് ചെയ്യാനും ഫാസ്റ്റായിട്ട് പിന്നെ വർക്ക് ചെയ്ത് എല്ലാവർക്കും എടുത്തു അത്യാവശ്യം കുഴപ്പമില്ല ഫലിപ്പിക്കാനും പറ്റി യൂസ് ചെയ്യാണ്. CI ആകുമ്പം മെയിൻ്റനൻസ് വളരെ കുറവാണെന്ന് പറയാം. മെയിൻ്റനൻസ് ഞാൻ പറഞ്ഞ മുമ്പ് തന്നെ കാര്യങ്ങളിൽ മാത്രമേ മെയിൻ്റനൻസ് കൂടുതൽ വരുന്നത്. അല്ലാതെ പിന്നെ ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് പ്രോപ്പറായി എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഓയിൽ മാത്രമേ മാറ്റി കൊടുത്ത വണ്ടി അങ്ങ് ഓടിക്കോളൂ കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ ഉപയോഗിക്കാൻ അറിയണം, ഒന്ന് ക്ഷമ വേണം, കൊണ്ട് നടക്കാൻ. ഈ 2 കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പഴയ വണ്ടി എടുക്കുന്ന യാതൊരു കുഴപ്പമില്ല. അടുത്ത വീഡിയോ കൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.